Hello all, welcome to another lecture in influence line diagrams. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് അല്ലെങ്കിൽ ഓവർ ഹാങ്ങിങ് ബീമിന് എങ്ങനെ ILD ജനറേറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. Okay, so from this class onwards we are going to do the practical applications or practical aspects of influence line diagrams. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ ILD എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ആളുടെ വർക്ക് ഈസി ആക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി തൊട്ട് അങ്ങോട്ട് പഠിക്കാനുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ points that are most important to you, and this is what that will come for the exam. Okay, so let's begin by a recap of the different influence line diagram for the simply supported beam. Okay, overhanging beam ne nammal തൽക്കാലത്തേക്ക് പെൻഡിങ് വെച്ചിട്ട് നമുക്ക് ആ പഴയ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ഒന്ന് കാണാം. ഓക്കെ, സോ ഇനി അങ്ങോട്ടുള്ള സ്റ്റഡീസിൽ റിയാക്ഷന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ ഈ രണ്ടെണ്ണം ദിസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഇത് ഞാൻ പഴയ സാധനം ഒന്നും കൂടെ ഒന്ന് പറയാം. ലൈക്ക് ഒരു യൂണിറ്റ് ലോഡ് 1 കിലോന്യൂട്ടനുള്ള ലോഡ് L ലെങ്ത് ഉള്ള ബീമിൽ A തൊട്ട് B വരെ മൂവ് ചെയ്യുമ്പോൾ ആ ലോഡ് എവിടെ നിൽക്കുന്നോ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസിനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ലോഡ് ഇവിടെ നിൽക്കുമ്പോൾ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ അറ്റ് B ആണ് ഈ കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി സ്ട്രക്ചറിലെ റിയാക്ഷൻ അറ്റ് A ആണ് ഈ ഓർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. C എന്ന് പറയുന്ന പോയിന്റിൽ ഈ ലോഡ് ഇവിടെ നിൽക്കുമ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ആണ് ഈ ഓർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി ലോഡ് അവിടെ നിൽക്കുമ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് ഈ ഓർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ ടു വൺ ആൻഡ് ഓൾ ഓഫ് യു. ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ ഫ്രം there. So let's look at the practical various uses of ILD. അപ്പോൾ ഒരിക്കലും ഒരു ബീമിൽ 1 കിലോന്യൂട്ടൺ അല്ല ഉണ്ടാകുക. ഓക്കെ, ദർ വിൽ ബി ഹ്യൂജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ്. അത് ചിലപ്പോൾ ഒരു പോയിന്റ് ലോഡ് ആവാം, അല്ലെങ്കിൽ കുറെ പോയിന്റ് ലോഡുകളാവാം, അല്ലെങ്കിൽ UDL ആവാം, അല്ലെങ്കിൽ UVL ആവാം, അങ്ങനെ പല പല കേസ് ആവാം. ഓക്കെ, സോ ദ പ്രൈമറി ആപ്ലിക്കേഷൻ ഓഫ് ILD is to determine the shear forces and bending moment at any section in a beam for a given loading condition. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബീം ഉണ്ട്, സേ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു ഇപ്പോൾ ഈ കാണുന്ന പോലെ L ലെങ്ത് ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ആ ബീമിന്റെ അകത്ത് ഇങ്ങനെ W1, W2, W3, W4 എന്നുള്ള കുറെ പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് C എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ C എന്ന് പറയുന്ന പോയിന്റിൽ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, കൺവെൻഷണൽ മെത്തേഡ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ റിയാക്ഷൻ അറ്റ് A കണ്ടുപിടിച്ച്, റിയാക്ഷൻ അറ്റ് B കണ്ടുപിടിച്ച്, പിന്നെ സിയിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ നോക്കി ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. കണ്ടോളൂ. അപ്പം C എന്ന് പറയുന്ന സെക്ഷൻ, ഓക്കെ, ഞാനിപ്പം C എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ആ വാല്യൂ ഇരിക്കുന്നത്. A തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച് A ലെങ്ത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദ ILD. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് സെക്ഷൻ C എന്നുള്ളത് നമുക്ക് ഈ ILD വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഓക്കെ, പോയിന്റ് ലോഡ്സ് W1 ഉണ്ട്, W2 ഉണ്ട്, W3 ഉണ്ട്, W4 ഉണ്ട്. അപ്പോൾ ഈ W1 ഈ ILD ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് C. ഓക്കെ, ദിസ് ഈസ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, സോറി ഫോർ ദാറ്റ്, ബട്ട് ദാറ്റ് ഈസ് ദ ILD ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് C. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ W1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഓർഡിനേറ്റ് ഉണ്ട്, ഇവിടെ Y1 എന്നുള്ള റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നു. W2 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ Y2 എന്നുള്ള ഒരു ഓർഡിനേറ്റ് ഉണ്ട്. W3 കറസ്പോണ്ടിങ് ആയിട്ട് Y3 ഉണ്ട്. W4 കറസ്പോണ്ടിങ് ആയിട്ട് Y4 ഉണ്ട്. സോ ഷിയർ ഫോഴ്സ് അറ്റ് C in this particular beam due to all these loads can be found out by multiplying this value of load with this coordinate. അതായത് W1 into Y1 plus W2 into Y2 plus W3 into Y3 plus W4 into Y4. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഷിയർ ഫോഴ്സ് അറ്റ് C നമുക്ക് കിട്ടും. ഒബ്വിയസ്ലി Y1 Y2 വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അത് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു കൺസിഡർ. അതുപോലെ
ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കണ്ടുപിടിക്കണമെങ്കിൽ ഈ W1 W2 W3 W4 ആക്ട് ചെയ്യുന്ന AB എന്നുള്ള ബീമിൽ എയിൽ നിന്ന് സ്മോൾ എ ഡിസ്റ്റൻസ് അപ്പുറമുള്ള സി എന്ന് പറയുന്ന സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ദിസ് W1 into Y1 dash plus W2 into Y2 dash plus W3 into Y3 dash plus Y4 into W4 into Y4 dash. ഇതിന്റെ algebraic sum ചെയ്താൽ we can get the bending moment diagram of bending moment at C of this particular beam. അപ്പോൾ നമ്മുടെ സാധാരണ കൺവെൻഷണൽ മെത്തേഡ്സ് നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എയിലോ ബിയിലോ റിയാക്ഷൻ കണ്ടുപിടിച്ച് ഓരോ സെക്ഷൻ എടുത്ത് ചെയ്യേണ്ട. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ILD കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. സെക്ഷൻ മാറുന്നതനുസരിച്ച് ആ സെക്ഷനിലെ ILD വരച്ചാൽ മതി. അപ്പോൾ ആ ILD നമ്മുടെ നമുക്കറിയാം. അപ്പോൾ ലോഡിന്റെ വാല്യൂ അറിയാമെങ്കിൽ ഓർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ ഈ കണ്ടത് പോയിന്റ് ലോഡിന്റെ കേസാണ്. ഇനി ഞാനൊരു UDLന്റെ കേസ് എടുക്കുകയാണ്. ഓക്കെ, സോ സൈൻ കൺവെൻഷൻസ് നൊട്ടേഷൻസ് ഓക്കെ. ഒരു ബീമിന്റെ അകത്ത് UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ILD, അതായത് ആ സി എന്ന് പറയുന്ന സെക്ഷന് വേണ്ടിയുള്ള ILD ഇങ്ങനെ തന്നെ വന്നിരിക്കും. A/L ലൈക്ക് YC അങ്ങനെ കോർഡിനേറ്റ്സ് ഉണ്ട്. ഓക്കെ, UDLന്റെ കേസ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിന്റെ ILD ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ILD ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി, ILD ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അതാണ് ഈ കാണുന്ന രണ്ട് ഫിഗേഴ്സ്. അപ്പോൾ ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ സി ഡ്യൂ ടു ദിസ് ലോഡ്. ഈ സ്ട്രക്ചറിൽ ഈ പർട്ടിക്കുലർ ബീമിൽ ഇവിടെ ഈ പോയിന്റിൽ ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുമൂലം സി എന്ന് പറയുന്ന സെക്ഷനിൽ ഉണ്ടാകുന്ന എന്താണ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും. അപ്പം ഈ ലോഡ് ഇങ്ങനെ നിൽക്കുകയാണ്. ലോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്. എൻഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് സിമെട്രിക് അല്ലെങ്കിൽ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ഉപയോഗിച്ചാൽ ഈ ഓർഡിനേറ്റും കിട്ടും. അപ്പോൾ പിന്നെ ട്രപ്പിസോയിഡിന്റെ ഏരിയ എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഇത്രയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ദ സം ഓഫ് ദീസ് ടു ഏരിയാസ് into W. Okay, അതായത് ഏരിയ അണ്ടർ ദ UDL into the intensity of loading gives us the shear force at C due to this or in this beam. Okay, similarly bending moment at C കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് തന്നെയാണ്. ബെൻഡിങ് മൊമെന്റിന്റെ ILD എടുക്കുക. അതിന്റെ ഈ രണ്ട് കോർഡിനേറ്റും ഉണ്ട്. ഓക്കെ, UDLന്റെ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ്, ആ പോയിന്റ്സിന് ഇടയ്ക്കുള്ള ഇത്രയും ടോട്ടൽ ഏരിയ, ഈ ടോട്ടൽ ഏരിയ എടുക്കുക. ഓക്കെ, അഗൈൻ ട്രപ്പിസോയിഡിന്റെ ഫോർമുല വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻടു ദിസ് സ്മോൾ W gives us the value of bending moment at C for this particular beam. Okay, അപ്പോൾ if it is a combination of point loads and UDL, ഒരു പർട്ടിക്കുലർ ബീമിൽ പോയിന്റ് ലോഡും UDLും ഒക്കെ ഉണ്ടെങ്കിൽ പോയിന്റ് ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് UDLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ, ILDയിലെ ഏരിയയും ആ UDLന്റെ വാല്യൂം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അഗെയിൻ ഞാൻ ഈ പോർഷനിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതുമായിട്ടുള്ള മേജർ ആപ്ലിക്കേഷൻ നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ബട്ട് ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു know beforehand before we go into the more actual detailed application. Okay, now ഇനി ILDയുടെ ഉപയോഗം വെച്ചുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുമ്പോൾ 4 ഡിഫറെന്റ് ലോഡ് കേസുകളുണ്ട്. 4 ഡിഫറെന്റ് ലോഡ് കേസുകൾ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ലോഡ് കേസ് എന്ന് പറഞ്ഞാൽ whenever അതായത് ലൈക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ലോഡ് മൂവ് ചെയ്യുകയാണ്. ആ മൂവ് ചെയ്യുന്ന പോക്കിന്റെ ഇടയ്ക്ക് എവിടേക്കാണ് മാക്സിമം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത് ഓക്കെ, ഒരു പർട്ടിക്കുലർ ബീമിൽ ലോഡ് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള മെത്തേഡ്. ഇനി അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ലോഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവിംഗ് ലോഡിന്റെ കേസാണ്. അപ്പോൾ ഏതൊക്കെ മൂവിംഗ് ലോഡ് കേസസ് വരാം എന്നുള്ളത് കാണാം. ഫസ്റ്റ് കേസ് ഒബ്വിയസ്ലി കോൺസെൻട്രേറ്റഡ് ലോഡ്. ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ്, ഓക്കെ, ഒരു ബീമിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഒരു ലോഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പാലത്തിൽ കൂടെ, ഒരു ബ്രിഡ്ജിൽ കൂടെ ഞാൻ എന്ന വ്യക്തി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അതാണ് ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ കേസ്. അടുത്ത് വരാവുന്ന കേസ് UDL ആണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അഗെയിൻ വിച്ച് ഈസ് ഷോർട്ടർ ദാൻ ദ സ്പാൻ.
ഉദാഹരണം പറയുകയാണെങ്കിൽ അഗെയിൻ ആ പഴയ പാലം തന്നെ എടുത്തോളൂ. അപ്പോൾ ഞാൻ എന്ന വ്യക്തിക്ക് പകരം ഒരു ട്രക്കാണ് പോകുന്നത്. ട്രക്കിന് ചിലപ്പോൾ ഒരു 10 മീറ്ററോ ട്രക്കിന് ചിലപ്പോൾ ഒരു കുറച്ച് 2 മീറ്ററോ 3 മീറ്ററോ ഒരു 10 മീറ്റർ നീളം ഉണ്ടായിരുന്നിരിക്കാം. ബ്രിഡ്ജിന്റെ നീളം ഒരു 100 മീറ്റർ. അപ്പം it is basically a UDL. The truck represents a UDL which has a length shorter than that of the span. അതായത് ബ്രിഡ്ജിന്റെ ലെങ്തിനേക്കാളും ചെറുതാണ് അതിന്റെ അകത്ത് പോകുന്ന ലോഡിന്റെ ലെങ്ത്. ഓക്കെ, സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ കേസ്. അടുത്തൊരു കേസ് എടുക്കാം. UDL ലോങ്ങർ ദാൻ ദ സ്പാൻ. അഗെയിൻ നമുക്ക് സാധാ ഒരു പാലം എടുക്കേണ്ട, ഒരു റെയിൽവേ പാലം എടുത്തോളൂ, ഒരു റെയിൽവേ ബ്രിഡ്ജ്. അതിന്റെ അകത്തോടെ ഒരു ട്രെയിൻ പോവാണ്. ഈ റെയിൽവേ ബ്രിഡ്ജിന്റെ നീളം ഒരു 30, 40 അല്ലെങ്കിൽ 50 മീറ്റർ ആയിക്കോട്ടെ. ഓക്കെ, പക്ഷെ ട്രെയിനിന് നീളം 100 മീറ്റർ ഉണ്ട്. അതായത് 50 മീറ്റർ പാളത്തിന് മുകളിൽ കൂടെ അല്ലെങ്കിൽ റെയിൽവേ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ 100 മീറ്റർ നീളമുള്ള ട്രെയിൻ പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് വെൻ ദ UDL ഈസ് ലോങ്ങർ ദാൻ ദ സ്പാൻ. ഇനി നാലാമതൊരു കേസ് ഉണ്ട്, ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസ് ഓഫ് all of the above, among all of them, when there is a train of concentrated load. എന്ന് വെച്ചാൽ പാലത്തിൽ കൂടെ ഒരു 10 പേര് ഒരുമിച്ച് നടക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ പുറകെ ഒരു 8, 10, 9 ആൾക്കാരും പോകുന്നു. അപ്പൊ ഞാനും രണ്ടാമത്തെ ആളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 വെയിറ്റ് ആണ്. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും തമ്മിൽ വേറൊരു ഡിസ്റ്റൻസ് ആയിരിക്കാം. മൂന്നാമത്തെ ആൾക്ക് പർട്ടിക്കുലർ വെയിറ്റ്, അങ്ങനെ ആ 10 പേര്. അങ്ങനെ അപ്പം ചുരുക്കത്തിൽ 2ഓ അതിലധികമോ കോൺസെൻട്രേറ്റഡ് ലോഡ്, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ മൂവ് ചെയ്യുന്ന കേസാണ് ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കണ്ടാൽ ഈ 100 കിലോന്യൂട്ടൺ ലോഡും രണ്ടാമത്തെ 80 കിലോന്യൂട്ടൺ ലോഡ് തമ്മിൽ 3 മീറ്റർ ഡിസ്റ്റൻസ്, അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ, ഓരോ കേസിലോട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഈ 4 കേസിലും എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, നമ്മളോട് വെറുതെ ഒരു ക്വസ്റ്റ്യൻ തന്ന് ചിലപ്പോൾ UDLന്റെ കേസ്, ട്രെയിൻ ഓഫ് ലോഡിന്റെ കേസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മേജറായിട്ടും 5 ഡിഫറെന്റ് കേസസിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, ഏതെങ്കിലും ഈ ലോഡ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു ബീമിലൂടെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകാവുന്ന മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഉണ്ടാകാവുന്ന മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, അല്ലെങ്കിൽ ആ സെക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഉണ്ടാകാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ എൻറ്റയർ ബീമിൽ അല്ലെങ്കിൽ എൻറ്റയർ സ്ട്രക്ചറിൽ ഉണ്ടാകാവുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്, മാക്സിമം പോസിറ്റീവോ മാക്സിമം നെഗറ്റീവോ ആവാം എൻറ്റയർ സ്ട്രക്ചറിൽ ഉണ്ടാകാവുന്ന കേസ്, അല്ലെങ്കിൽ എൻറ്റയർ സ്ട്രക്ചറിൽ ഉണ്ടാകാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ലോഡ് എവിടെ നിൽക്കുകയാണെങ്കിലാണ് ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത് എന്ന് അറിയണം. അപ്പം ഇങ്ങനത്തെ ഡിഫറെന്റ് കേസസ് ആണ് നമ്മൾ മേജർ ആയിട്ട് കാണുന്നത്. അതിൽ തന്നെ ബെൻഡിങ് മൊമെന്റ് ആണ് ഒരു ഡിസൈനർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. ഓക്കെ, സോ നമുക്ക് പോയിന്റ് ലോഡിന്റെ കേസും UDLന്റെ കേസും ട്രെയിൻ ഓഫ് ലോഡിന്റെ കേസും കാണാം. പോയിന്റ് ലോഡ് ആക്ച്വലി ഇറ്റ് ഈസ് ഈസി ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ഡൺ ബിഫോർ. എങ്കിലും അതിന്റെ ഒരു റീക്യാപ്പ് ഞാൻ എടുക്കാം. ഓക്കെ, സോ നമ്മൾ ചെയ്ത ഒരു കേസ് തന്നെയാണ്. എനിവേ, സോ ഐ ഹാവ് എ ബീം AB എന്നുള്ള ഒരു ബീം ഉണ്ട്. അതാണ് ഇറ്റ് ഹാസ് എ സ്പാൻ ഓഫ് L ലെങ്ത് ഉള്ള ഒരു ബീം. ഓക്കെ, ആൻഡ് അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് C. ആ സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോളൂ. അതായത് മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ, മാക്സിമം പോസിറ്റീവ്, മാക്സിമം നെഗറ്റീവ്, ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് സെക്ഷൻ, അങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, ദാറ്റ് സെക്ഷൻ BC which is at a location of distance of A, small a distance from A, capital A. Okay, so ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. I have a point load having the value of P എന്നുള്ള, അപ്പൊ എന്റെ വെയിറ്റ് ആണെന്ന് വെച്ചു. ഞാൻ ഒരു പാലത്തിന്റെ ഒരറ്റം A തൊട്ട് B വരെ നടക്കുകയാണ്. എന്റെ വെയിറ്റ് P എന്നുള്ള ലോഡാണ്, കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പം എനിക്കിവിടെ എന്നിട്ട് ഞാനപ്പം പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ILD അറ്റ് സെക്ഷൻ C വരച്ചു. C എന്ന് പറയുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്ത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പോയിന്റിൽ ഉണ്ടാകാവുന്ന ഷിയർ ഫോഴ്സ് P, അല്ലെങ്കിൽ 1 കിലോന്യൂട്ടൺ A തൊട്ട് B വരെ പോകുന്നതിനിടയ്ക്ക് വരാവുന്ന ഷിയർ ഫോഴ്സിനാണ് ഇത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഫിഗർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി ഈ ഫിഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് C when 1 kilonewton move from A to B. ഓക്കെ, പക്ഷെ ഇതൊക്കെ 1 കിലോന്യൂട്ടന്റെ കേസേ ആകുന്നുള്ളൂ.
എൻ്റെ വെയിറ്റ് എന്നുള്ളത് പി ആണ്. പി വെയിറ്റ് ഉള്ള ഞാനാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് ഈസ് ടു ഡിറ്റർമൈൻ ദ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ. അതായത് സി എന്നുള്ള സെക്ഷനിൽ ഉണ്ടാകാവുന്ന മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഈ ILD കണ്ടാൽ തന്നെ അറിയാം മാക്സിമം പോസിറ്റീവ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എടുത്തോളൂ. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് വാല്യൂ. ഇതാണ് സിയിലെ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് -A/L. പക്ഷെ അത് 1 kN വേണ്ടിയുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ P kN ഉള്ള ഞാൻ പോയാൽ എന്ത് സംഭവിക്കും? ആ ഓർഡിനേറ്റ് ഇൻടു ദാറ്റ് ലോഡ് വിച്ച് ഈസ് മൂവിങ്, ആ പോയിന്റ് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദ വാല്യൂ വിൽ ബി -P into A/L, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് P into A/L എന്നുള്ളതാകും the maximum positive shear force at the section C. maximum negative shear force at the section C. ഇനി maximum positive shear force എടുക്കാം. maximum positive shear force. അപ്പോൾ ഈ ILD നോക്കിയാൽ തന്നെ കാണാം maximum positive shear force എന്ന് പറയുന്നത് it corresponds to maximum positive shear force എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതായിരിക്കും 1 - A/L അല്ലെങ്കിൽ L - A/L എന്നുള്ളതാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ അതിന്റെ കൂടെ എൻ്റെ ലോഡ് P എന്നുള്ള ലോഡും കൂടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ. ഓക്കെ, മാക്സിമം പോസിറ്റീവ്, ദിസ് ഈസ് maximum positive shear force at the section C. maximum bending moment at the section, maximum positive എന്നല്ല, maximum bending moment at the section നോക്കിയോളൂ. C എന്ന് പറയുന്ന പോയിന്റിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ ബെൻഡിങ് മൊമെന്റ് at C യുടെ ILD നോക്കുക, അതായത് ഈ താഴെ കാണുന്നത്. അപ്പോൾ നമുക്ക് കാണാം മാക്സിമം ഓർഡിനേറ്റ് നിൽക്കുന്നത് ആ ലോഡ് ആ സെക്ഷനിൽ വരുമ്പോൾ തന്നെയാണ്. ഓക്കെ, ആ ലോഡ് ആ പോയിന്റിൽ തന്നെ വരുമ്പോഴായിരിക്കും മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യുക. ഷിയർ ഫോഴ്സിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ബെൻഡിങ് മൊമെന്റിന്റെ കേസിലും ഷിയർ ഫോഴ്സിന്റെ കേസിലും മാക്സിമം അറ്റ് എ പർട്ടിക്കുലർ സെക്ഷൻ വരുന്നത് ലോഡ് ആ പോയിന്റിൽ നിൽക്കുമ്പോഴാണ്. കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ കേസിൽ, സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ കേസിൽ. Okay, so and the maximum ordinate for the unit load is A into L minus A/L. Okay, പക്ഷെ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് P kN അല്ലെങ്കിൽ P units ആണ്. So the maximum bending moment at the particular section will be P into A into L minus A/L, where A denotes the distance of the section from the starting point of the beam. Okay, now അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. ലോഡ് എവിടെ വെച്ചാലാണ് മാക്സിമം പോസിറ്റീവ്, ആ ബീമിൽ ഉണ്ടാകാവുന്നതിൽ ഏറ്റവും മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരിക എന്നുള്ളത്. ദാറ്റ് ഈസ് that we have already seen, that is when the load is placed at the middle. ലോഡ് നടുക്ക് നിൽക്കുമ്പോഴായിരിക്കും അതിന്റെ വാല്യൂ വരിക. എന്ന് വെച്ചാൽ സ്മോൾ a, അതായത് ആ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു L/2. അപ്പോൾ ഈ സാധനത്തിൽ ഈ ഇക്വേഷനിൽ A ഈക്വൽ ടു L/2 ഇട്ട് കൊടുത്താൽ we get that the absolute maximum bending moment in a beam due to a concentrated load is when the load is at the midpoint, and the value will be equal to PL/4. Okay, so that is all about the things about single concentrated load. പിന്നെ ഉണ്ട് maximum absolute maximum positive shear force കിട്ടണമെങ്കിൽ ലോഡ് എയിൽ വന്ന് നിൽക്കണം. Okay, when the load is at A, absolute maximum positive shear force കിട്ടും. And when the load is at B, absolute maximum negative shear force കിട്ടും. Okay, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് I am not going into depth on it. Okay, so this is about single concentrated load. Actually ഞാനിത് ഒരു റിവിഷൻ അല്ലെങ്കിൽ റീക്യാപ്പ് പോലെയാണ് പറഞ്ഞത്, കാരണം this is something that we have done before. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സിംഗിൾ പോയിന്റ് ലോഡ് ഡ്യൂ ടു 24 kN എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഒരെണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ലെക്ചർ ഇൻക്ലൂഡഡ് ഓൾ ദി സ്റ്റഫ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇമേജും ഇങ്ങനെ ഒരു ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു കേസിലോട്ട് ഞാൻ ഉള്ളിലോട്ട് പോകുന്നില്ല. ഓക്കെ, ആൻഡ് അത് അത്ര ജെന്യുവൻലി പറയുകയാണെങ്കിൽ അത്ര ഇമ്പോർട്ടന്റും അല്ല considering our syllabus. Okay, so in the next lecture we will learn how to analyze the case when the UDL is shorter than the span of the beam. Okay, till then, thank you.